അപൂർവ രോഗത്താൽ വേദന കൊണ്ട് പുളയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കൊല്ലം വാളത്തുങ്കലിന് സമീപം താമസിക്കുന്ന യുവാവാണ് ശരീരം പഴുത്ത് മാംസം അടർന്നു പോകുന്ന അപൂർവ രോഗത്താൽ ക്ലേശമനുഭവിക്കുന്നത്. ഉറക്കത്തിന് പറയാതെ രാത്രിയൊന്നും ഉറക്കമില്ല. ഇടക്കം നേരെ ഇരുത്തേ വേദന കയറി ഇതിപ്പം 15ാമത്തെ മാസമാണ്. അപ്പൊ അവിടെ പോകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 14 തീയതി അവിടെ പോയതാ. 2 വർഷം മുമ്പാണ് യുവാവിന് ഇനിയും പേര് കണ്ടെത്താൻ കഴിയാത്ത ഈ അപൂർവ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗമെന്തെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം നിർണ്ണയിക്കാനുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചെങ്കിലും രോഗനിർണ്ണയം നടത്താൻ കഴിഞ്ഞില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കയ്യില് പ്രാവശ്യം ചെയ്തതാ. അത് എന്നിട്ട് പൊട്ടി തുറന്നതിന്റെ രക്ഷപ്പെടണം ചെയ്തതൊന്നും നിലനിന്നില്ല. പിന്നെ ഇപ്പം ആണെങ്കിൽ കാലിൽ പ്രാവശ്യത്തട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണങ്ങി വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് തൊലി വാങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനവിടെ വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 3 ആഴ്ചയ്ക്ക് ശേഷം ബോഡിയിൽ നിന്ന് എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച് അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഉണങ്ങത്തില്ല. ഇപ്പോൾ കാലിൽ തന്നെ ഉണങ്ങുന്നില്ല. അപ്പോൾ ഇനി അത് എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങുമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കാലിൽ ടെസ്റ്റ് ചെയ്തിട്ട് അമൃതയെ കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് രോഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മെഡിക്കൽ കോളേജിൽ തന്നെ 11 പ്രാവശ്യം ബയോപ്സി ചെയ്തത്. എന്നിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മൈക്രോബയോളജി ചെയ്ത് ഒരുപാടെടുത്ത് അവർ പറയുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുവാവിന്റെ ശരീരഭാഗങ്ങളിലുള്ള മാംസങ്ങൾ അടർന്നു മാറുകയാണ്. നൊമ്പരപ്പെടുത്തുന്ന വേദനയാൽ കഴിയുന്ന യുവാവിനെ രോഗനിർണയം നടത്തി ചികിത്സ നൽകിയാൽ ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. നൂതന ചികിത്സാ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിലെത്തിച്ച് രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഏകമാർഗം. നിർധന കുടുംബത്തിന് ഇത് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ക്ലേശമനുഭവിക്കുന്ന യുവാവിന്റെ രോഗാവസ്ഥയിൽ നിന്ന് മോചിതനാകുവാൻ സഹായം തേടുകയാണ് ഈ കുടുംബം. വേദന എടുത്ത് രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് വിറയിലാകും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് അവരുടെ സാമ്പിൾ അവരെടുത്ത് തരും. നമ്മളത് കൊണ്ടുപോയി പത്തോളത്തിൽ മൈക്രോബയോളജിയിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്ത് രോഗമാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നോക്കും. അതല്ല പിന്നെ അവരെന്താണെന്നുള്ളത് അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിയും ചെയ്യണം. കാര്യം ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നു വെച്ചാൽ അങ്ങ് നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ചെയ്യണം. ചികിത്സ ധനസമാഹരണത്തിനായി ഫെഡറൽ ബാങ്കിന്റെ കൂട്ടിക്കട ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 203401005992 എന്നതാണ്. സന്മനസ്സുള്ളവർ സഹായിക്കുക. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.